Day 2 of Kunur. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ നമ്മളെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇവിടെ അടുത്തുള്ളൊരു ടീ ഗാർഡനും സ്ട്രോബെറി ഫാമും കാണാൻ വേണ്ടി വന്നിട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊട്ട് ബാക്കിൽ കാണാൻ പറ്റും ഒരുപാട് വീടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വീടിൻ്റെ മുകളിലാണ് നമ്മൾ ആക്ച്വലി റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇവിടത്തേക്ക് വരുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറയുന്ന ടീ ഗാർഡനും സ്ട്രോബെറി ഫാമും വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിക്നിക് സ്പോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും അധികം കാണാനില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ടീ ഗാർഡനും ഈ ഒരു നേച്ചറിൻ്റെ ഈ ഒരു ബ്യൂട്ടിയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. കാരണം ഇങ്ങനെ കോടയിൽ ഇറങ്ങിയിട്ട് ഇന്നലെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് സിമിലർ കൈൻഡ് ഓഫ് വ്യൂ തന്നെ. അത് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അങ്ങനത്തെ കുറേ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ സ്ട്രോബെറി ഫാമിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഫാം വരുന്നത്. രാവിലെ തന്നെ പോയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഫാമിൽ പോയി. എന്നിട്ട് അവിടെയാണെങ്കിൽ ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയം ഒക്ടോബർ മന്ത് ആക്ച്വലി സ്ട്രോബെറീൻ്റെ സീസൺ അല്ല എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേന്ന്. പക്ഷെ അവിടെ ഒരുപാട് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ അകത്തേക്ക് വന്നു. ആക്ച്വലി ഇവർക്ക് 8 ഫാം എന്തോ ഉണ്ട്. ഈ ഒരു ഫാമിൽ മാത്രമേ അവർ വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളൂ. അപ്പം ഈ ഇത്രയും ആണ് ഇവിടെയുള്ള സ്ട്രോബെറീസ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കിട്ടും. ഇത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ചേച്ചി ഫ്രഷ് ആയിട്ട് പറിച്ച് തന്ന സ്ട്രോബെറീസാണ്. അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു 200 ഗ്രാമിൻ്റെ ബോക്സിന് 150 റുപ്പീസാണ് വരുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചത് പാക്ക് ചെയ്ത് തരുന്നതാണ് പറഞ്ഞത്. അത് കൂടാണ്ട് ഇവിടെ കുറച്ച് കോസ്മെറ്റിക്സും വൈനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഇവിടുത്തെ കുണ്ണൂരിൽ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഹോം ഗ്രൗണ്ട് എന്നല്ല ഇനി പറയാം, അതെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഈ സ്ട്രോബെറി പ്ലാന്റ്സിന് ഏകദേശം 20 മന്ത്സ് ആണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേബി പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മന്ത്സ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജിൽ അവരത് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ ഹൗസിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം സീസണൊന്നുമില്ല. യൂഷ്വലി സ്ട്രോബെറിൻ്റെ സീസൺ എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി ആണ്. പക്ഷേ ഇപ്പം നമ്മൾ ഒക്ടോബറിൽ വന്ന സമയം സീസൺ അല്ലാത്തത് കൊണ്ടും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമുക്ക് കിട്ടിയത് ഇവരിങ്ങനെയുള്ളൊരു ഗ്രീൻ ഹൗസിൽ ഇത് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ വൈറ്റ് കളർ കാണുന്നതെല്ലാം UV ഷീറ്റ്സ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് മധുരം കുറവാണ്. അങ്ങനെയാണ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കഴിച്ചതിന് ശേഷം നേരെ പോയത് ബ്രൂക്ക്ലിൻ ടീ ഫാക്ടറിയിലേക്കാണ്. നമ്മളവിടെ എത്തിയ സമയം നമ്മൾ മാത്രമേ ആടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ടായിന്. കൈക്ക് കെട്ടോണ്ട് വൃത്തിക്കിടണേ ടൈറ്റില് കണ്ണിട്ടായിരുന്നു ഞാൻ. 30 റുപ്പീസാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീ. ആ എൻട്രി ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു റിസ്റ്റ് ബാൻഡെല്ലാം കിട്ടും. പിന്നെ നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗൈഡും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ പോയിട്ട് ഗൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇത് ആക്ച്വലി 90 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് നമുക്ക് പുറത്തുനിന്ന് വായിച്ച സമയം മനസ്സിലായത്. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേ ഉണ്ടായ ഒരു ടീ ഫാക്ടറിയാണ് അല്ലേ അണ്ണാ? Yes. Visitors entry. More than 90 years. More than 90 years. The start பண்ணும்போது British government, now Brooklyn. So today manufacture goes to the normal tea, that is called CTC chai. So the CTC na crushing, tearing, curling, granules and dust tea. Basically the plant AKM. So one plant, 4 different of tea powders. Chanda making white tea, green tea, leaf tea and powder tea. White tea na the top but only most expensive kg 10,000 rupees. So the plucking directly sunlight roasting. The use for cancer ka BP, sugar, cholesterol, vitamin problem, kidney stone, heart pumping, blood circulations will be controlled for white tea. Second ka 2 leaf green tea for weight loss, body fitness, migraine pain. So third will be normal, now normal tea process. So the first process weathering. Weathering na the leaves are plucking, keep it 12 hours here.
inside pura flow air coming, hot air. Basically dry the leaves, remove the moisture. Then there's so many dabbas there. We take to 50 kg leaf, shift in the down floor. We'll be crushing in the roller machine. You can see the running process. How much time? 12 hours. അവിടെ ഉണ്ടായ ആ ചേച്ചി നമുക്ക് എങ്ങനെയാണ് ലീവ്സ് നിന്ന് ടീ പൗഡർ വരെ ഉണ്ടാക്കുന്നതിൽ എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ബോർഡ്സ് ഉണ്ട്, അതായത് ഹിസ്റ്ററി ഓഫ് ടീയും അതുപോലെ തന്നെ നീൽഗിരീസിൽ എങ്ങനെയാണ് ടീ വന്നതെന്നും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഡ്രൈ എയർ ടെമ്പറേച്ചർ 95 നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു 20 മിനിറ്റ്സ് ടൈമിൽ ടീ റെഡിയായി വരും. ഫൈനൽ പ്രോഡക്റ്റ്. ആക്ച്വലി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ എല്ലാത്തിനെയും പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവിടെ ഒരുപാട് നമുക്കിങ്ങനെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് ബോർഡ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ നടന്ന് കണ്ടതിന് ശേഷം ഇതിൻ്റെ പുറത്ത് തന്നെ ഇവർക്കൊരു ഓർഗാനിക് ഫാം വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ചെടികളുണ്ട്, അതുപോലെ തന്നെ കുറേ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ചെടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അവർ പാക്ക് ചെയ്തൊക്കെ തരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടു. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഞാൻ കണ്ടു. ഈ ഓർഗാനിക് ഫാം കൂടാതെ അവർക്ക് അവിടെ ഒരു ടീ ടേസ്റ്റിംഗ് സെക്ഷനും കൂടിയുണ്ട്. അത് 7 ടീസാണ് ഒരു ദിവസം ഉണ്ടാവുക. പക്ഷേ എല്ലാ ദിവസവും ഈ സെയിം 7 ടീസ് ആയിരിക്കില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടീ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. അതിന് വേറെ തന്നെ ഒരു ഔട്ട്ലെറ്റ് പോലെ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ടീ ഉണ്ട്, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ ഔട്ട്ലെറ്റിലുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വണ്ടി എടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കാരണം ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഇത് ശരിക്കും നട്ടുച്ചയാണ്, പക്ഷേ ആ കോട ഇറങ്ങിയത് കാണുമ്പം നമുക്ക് മനസ്സിലാവുകയില്ലല്ലോ. അത് ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്ന ഒരു യാത്രയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. നമ്മൾ ഇന്നലെ രാത്രി ഇതിലേക്ക് കൂടി വരുമ്പം വലിയൊരു ബൈസണെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കേട്ടതല്ല, അത് ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്ന പെട്ടെന്ന് കണ്ട സമയം മുന്നിലത്തെ ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കാനോ എന്തിനാന്ന് തോന്നുന്നു നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ സൈഡിലോട്ട് നോക്കിയ സമയം കൊണ്ട് വലിയൊരു സാധനം വണ്ടീൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ്, ഒരു ഇവിടെ ഇങ്ങനെ കയറ്റാണല്ലോ, അപ്പം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. എൻ്റെ ദൈവമേ, ഇല്ലേ എന്നേരം ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് വേഗം ഒരു സെക്കൻഡ് അതിനെ നോക്കി അപ്പം തന്നെ നമ്മൾ വണ്ടി വിട്ടു. അത്രമാത്രം പേടിച്ചു പോയി. അല്ലേ കണ്ടാ പഠിച്ചില്ല, കണ്ടേ ഇതാണ് പൈസ. അയ്യോ പക്ഷെ അതിന് കാണുമ്പോൾ ഇത്ര അതിന് ഭയങ്കര കുറച്ച് നല്ല വലിപ്പുണ്ട്. നല്ല മസിലെല്ലാം നല്ല ജിമ്മൻ പൈസനായിരുന്നു. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയ സമയം ആണെന്ന് ആ ഏട്ടനും പറഞ്ഞു പുലിനെയും മറ്റേ സാധനത്തിനെല്ലാം ക്യാമറയിൽ കാണലുണ്ട്. അത് കേട്ടതോടുകൂടി നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടിയ ഭക്ഷണം അതുപോലെ പെട്ടെന്ന് അകത്താക്കി പെട്ടെന്ന് നാട് വിട്ടു എന്ന് പറയാം. പിന്നെ യൂഷ്വലി ഇവിടെ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചതാണ്, ഇനി കൂണൂർ ടൗണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ കുറച്ച് അകത്തോട്ടാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടുത്തെ ഷോപ്സ് ഒക്കെ ഏകദേശം ഒരു 6:30-7 മണിയാകുമ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ ചോദിച്ച സമയം അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രാത്രി അങ്ങനെ കാർ ഉണ്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര കാടിൻ്റെ ഇടക്ക് കഴിഞ്ഞിട്ടാണ്, ആ കാട് കഴിഞ്ഞ് വേണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ഇന്നലെ വന്ന അതേ കഫേയിലാണ്. കാരണം അവിടുത്തെ ഭക്ഷണവും നല്ലതായിരുന്നു, അവിടുത്തെ വ്യൂവും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടെയാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ സ്പൈസസും അതുപോലെ തന്നെ ടീ പൗഡർ, ലൈക്ക് വെറൈറ്റി ഓഫ് ടീ പൗഡേഴ്സും എല്ലാം അവിടെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനുമാണ് കഴിച്ചത്. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. അവിടെ നിന്ന് കഴിച്ച എല്ലാ ഭക്ഷണവും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വ്യൂവും കൂടി അടിപൊളിയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത പരിപാടിക്ക് ഇറങ്ങിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ഫോട്ടോ എടുക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഇന്നലെ അതിന് നിന്നില്ല. ഇന്ന് പിന്നെ നമ്മൾ എന്തായാലും ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ചേട്ടനെ കണ്ട സമയം നമ്മൾ ഫോട്ടോൻ്റെ പ്രൈസൊക്കെ ചോദിച്ച് 200 റുപ്പീസാണ് നമുക്ക് ഫോട്ടോന് ചാർജ് ചെയ്തിട്ടുണ്ടായത്. അപ്പം അവരെന്നെ എല്ലാം ചെയ്തു തരും, ഇങ്ങനെ തലയിലെല്ലാം കെട്ടിത്തന്ന്. എൻ്റെത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണൻ്റെ തലയിൽ കെട്ടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ തന്നെ ചെയ്തു കൊടുത്തു. നമുക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധാരണ എങ്ങനെ ഫോട്ടോ എടുത്താലും നമ്മളൊരു നോർമൽ ഫോട്ടോസ് ആണല്ലോ എടുക്കുക. ഇങ്ങനത്തെ ഫോട്ടോ ആകുമ്പോൾ അതൊരു വെറൈറ്റി ആവും, പ്ലസ് നമുക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും. നമ്മൾ എടുത്ത ഫോട്ടോസ് ഞാൻ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ.
നമ്മ ഇപ്പൊ ഉള്ളത് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ അടുത്തുള്ളൊരു ടീ ഗാർഡനിലാണ്. ഇവിടെ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അല്ലെങ്കിൽ കാണാനുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു ടീ ഗാർഡൻ തന്നെയാണ്. അതായത് ടീ ഗാർഡനും ഈ മരവും എല്ലാം കൂടിയിലെ ആ ഒരു രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും കോട ഇറങ്ങുന്നതും അങ്ങനത്തെ ആ ഒരു വ്യൂ കാണാനാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അല്ലാതെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പിക് സ്പോട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലതായിട്ട് അറിയില്ല. 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി കൂണൂർ ടൗണിലല്ല, അകത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ തൊട്ട് ബാക്കിലുള്ളതാണ് കാരാഞ്ചി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ നല്ലൊരു ഫാൾസ് ഉണ്ട്. ഇതിന്റെ മുകളിലോട്ട്, ഇത് ആക്ച്വലി താഴെയാണ് റോഡ് പോകുന്നതും വണ്ടി പോകുന്നതെല്ലാം. മുകളിലോട്ട് വരുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല വ്യൂ അങ്ങനെ പറയാനില്ല. കാരണം എവിടെ നോക്കിയാലും ഇതാണ് കാണാം. എവിടെ നോക്കിയാലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട്സും ആണ് ഉള്ളത്. നമ്മള് ഇന്ന് വൈകുന്നേരം കൂടി മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് നാളെ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ കൂണൂർന്ന് ഊട്ടിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആക്ച്വലി ഇവിടുന്ന് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ ടിക്കറ്റ്സ് വളരെ നേരത്തെ, അതായത് പറ്റുമെങ്കിൽ 1 മാസം മുന്നേയൊക്കെ ബുക്ക് ചെയ്താലാണ് നമുക്ക് നല്ല സീറ്റ്സ്, അല്ലെങ്കിൽ സീറ്റ്സ് എന്തായാലും കിട്ടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി തലേന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളെ കാറിനെ ഡ്രൈവ് ചെയ്തിട്ട് ഊട്ടി പോയി. ഊട്ടിയിലും അത്യാവശ്യം നമ്മളിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ എത്തുമ്പോൾ സമയം എത്രയാവും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഏതെല്ലാം സ്ഥലം കവർ ചെയ്യാമെന്ന് നോക്കിയിട്ട് നമ്മൾ 1-2 പറ്റുന്നത് പോലെ 1-2 സ്പോട്സിൽ പോവായിരിക്കും. അതാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റിസോർട്ടിലാണെങ്കിലും ഇവരുടെ പേര് റിസോർട്ട്, നമ്മൾ ആദ്യം ഇന്നലെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് നമുക്ക് ആദ്യം ഒരു എന്തോ പോലെ ആയി. കാരണം റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു റിസോർട്ട് പോലെയുള്ള സ്ഥലമല്ല, ശരിക്കും ഒരു ഹോം സ്റ്റേ പോലെയായിരുന്നു. അപ്പൊ പിന്നെ നമ്മളിവിടെ എത്തി, അയ്യോ നമ്മളെന്തോ ചീറ്റ് ചെയ്യപ്പെട്ടോ നമുക്ക് സംശയം വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് ഇവിടെ അടുത്തുള്ള എല്ലാ ഈ പറഞ്ഞ റിസോർട്ട്സ് സ്റ്റേജ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിന്റെയും പേര് റിസോർട്ട്സ് അല്ലെങ്കിൽ ഹോട്ടൽ അങ്ങനത്തെ പേരായിരിക്കും. വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വ്യൂ ഉണ്ടാവും ഒബ്വിയസ്ലി, പക്ഷെ ഡയറക്റ്റ് വ്യൂ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. അത് കൂടാതെ ഈ റിസോർട്ട്സ് നമ്മൾ മോസ്റ്റ്ലി കാണുന്ന റിസോർട്ട്സ് പോലെയല്ല, ഇവര് ഒരു ഹോം സ്റ്റേ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നാളെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഊട്ടിയിലേക്കുള്ള ട്രാവലും അതുപോലത്തെ ഊട്ടിയിലുള്ള കാഴ്ചകളും ആയിരിക്കും. അപ്പൊ ശരി എന്നാൽ. അന്ന് രാത്രി നമ്മൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ട്രെയിനിലെ ടിക്കറ്റ് നോക്കിയ സമയം, അതായത് നമ്മൾ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കിയ സമയം കൂണൂർന്ന് വെല്ലിംഗ്ടൺ വരെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ 2 എണ്ണം ബുക്ക് ചെയ്തു. കാരണം ഇത് മൊത്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയവും നമുക്ക് ടിക്കറ്റും ഇല്ലാത്തതും കൊണ്ട് ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചു. കാരണം 10 മിനിറ്റ് ജേണി മാത്രമേ ഉള്ളൂ, എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാവിലെ നമ്മൾ നേരെ പോയത് കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയം നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു വിൻറ്റേജ് ഫീലാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലായിരുന്നു അവിടെ എത്തിയ സമയം. അധികം തിരക്കൊന്നും അങ്ങനെ നമ്മൾ എത്തിയ സമയത്ത് ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിട്ടാ. പക്ഷെ കുറച്ച് കഴിയുന്തോറും ഇതൊരു 7:40 ഒരു ട്രെയിനാണ്. അപ്പം കുറച്ച് 7:30 ആകുമ്പം അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. പക്ഷേ ട്രെയിനിൽ കയറി കുറേ നേരം കഴിഞ്ഞിട്ടും ട്രെയിൻ വിടുന്നത് കാണാത്തപ്പോൾ നമ്മൾ അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് തലേന്ന് എന്തോ വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ആ വിഷമത്തിൽ നമ്മൾ നേരെ കൂണൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി മസാല ദോശയും പൊങ്കലും കഴിച്ച് നമ്മൾ ആ വിഷം അങ്ങ് തീർത്തു. പക്ഷേ സത്യം പറഞ്ഞാൽ അത്ര നല്ല ഫുഡായിരുന്നില്ല. ഏതായാലും പിന്നെ ഓൾറെഡി നമ്മൾ ആകൊരവസ്ഥയിലായിരുന്നു. എന്നാൽ പിന്നെ കിട്ടിയ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലാണ് നമ്മൾ ആക്ച്വലി ആ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ ഊട്ടിയിലേക്ക് പോയി. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടിയിലെ എൽക്ക് ഹിൽസിൽ വരുന്ന മുരുകൻ ടെമ്പിളാണ്. ഇത് ആക്ച്വലി നമ്മൾ മലേഷ്യയിലെ ബാട്ടു കേവ്സിൽ വരുന്ന മുരുകൻ്റെ ആ ഒരു സ്റ്റാച്യു ആയിട്ട് ഭയങ്കര സിമിലർ ആണെന്നില്ല കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മലേഷ്യയിൽ പോവാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു. അധികം തിരക്കുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. കുറച്ച് ഉള്ളിലോട്ടാണ്, നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് ആക്ച്വലി ഈ അമ്പലം വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് അറിയില്ല. പിന്നെ ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആക്ച്വലി 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്സ് കയറി വരാം, പിന്നെ ആ സ്റ്റെപ്സ്
ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ റോഡ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈസിലി വരാൻ പറ്റുന്ന വേറൊരു വഴിയും കൂടിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഊട്ടിയിൽ പൈൻ ഫോറസ്റ്റിൽ പോകാൻ നിന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. 40 റുപ്പീസാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസ്. അതിൻ്റെ അകത്ത് കയറിയപ്പം ആദ്യം വലിയ തിരക്കൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് നല്ല തിരക്കായി. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ആൾക്കാരൊക്കെ ഒന്ന് വെറുതെ കറങ്ങാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് അല്ലാതെയും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ കുതിരയുണ്ട്, അതുപോലെ അവർ നമ്മളെ വേറൊരു എൻഡ് വരെ കൊണ്ടുപോയി തിരിച്ചൊക്കെ വരും. നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മൾ നല്ല തിരക്കും ആൾക്കാരൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് പോയി. നമ്മൾ തിരിച്ച് പിന്നെ അധികം ലേറ്റ് ആക്കണ്ട, നേരെ നമ്മൾ ബാംഗ്ലൂരേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ നമ്മളെ നിർത്തി. പോകുന്ന വഴിയിൽ നല്ല അടിപൊളി ഇങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്കൂടെ ആയിരുന്നു നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വന്നത്. അത് ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ആ ഒരു ഡ്രൈവ്, തിരിച്ചുള്ള ആ ഒരു ഡ്രൈവ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രിയായി നമ്മൾ ബാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട്. വരുന്ന വഴിക്ക് നമ്മൾ വീണ്ടും മുതുമലയും ആ മസനഗുഡിയും അതേ റൂട്ടിലാണ് വരേണ്ടത്. അപ്പം നമ്മൾ മാനിനെയും കരടീനെയൊക്കെ കണ്ടു. പൊതുവേ അങ്ങനെ കരടീനെ അങ്ങനെ എല്ലാവരും സ്പോട്ട് ചെയ്യില്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൈസൺ ക്രോസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ബൈസണിനൊക്കെ കണ്ടിട്ട് നമ്മൾ ഏകദേശം രാത്രി ഒരു 10:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. കാരണം നമ്മൾ അത്ര റഷിലല്ല വീട്ടിലേക്ക് വന്നത്. കാരണം ഒന്നാമത് റിലാക്സ് ചെയ്ത് മെല്ലെ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe to my channel, and thanks for watching my video.